നാടൻപാട്ടുകാരനായ എന്നെ നായകനാക്കി സിനിമ പിടിച്ച് പൊട്ടിയ തോമസിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം. പാപം ബ്ലേഡുകാരെ പേടിച്ച് പുറത്തേക്ക് കൂടി ഇറങ്ങാറില്ല. ക്രിസ്തുമസ് ആയിക്കൊണ്ട് തോമസിനൊരു കേക്കെങ്കിലും വാങ്ങിക്കൊടുക്കണം. അതാണിപ്പോൾ രാമൻ്റെ പ്രശ്നം. അതെ, പണിക്ക് പോയിട്ട് മാസം 4 കാലിലെ പരിക്കോട്ട് കുറയുന്നുമില്ല. വായ്പ വാങ്ങാൻ ഒരാൾ പോലും ബാക്കിയില്ല. പെൻഷൻ കിട്ടുന്ന ഒന്നിനും തികയില്ല. ATM-ൽ 200 കാണും. നോക്കട്ടെ. ഒരു മഴ നനഞ്ഞാ കീറിപ്പോകുന്ന നക്ഷത്രത്തിന് ഇപ്പൊ എന്താ വില? ഓ കുര്യൻ സാറേ, ഞങ്ങൾക്ക് ആ നക്ഷത്രം തരാമോ? നക്ഷത്രം പൊള്ളുന്ന വിലയുടെ സാധനം, അതും ചുമ്മാ. നിങ്ങൾ ഏതാടാ പിള്ളേരെ? നാടൻപാട്ടുകാരൻ രാമേന്ദ്രന്റെ കൊച്ചുമക്കളാ. രാമേന്ദ്രന്റെ കൊച്ചുമക്കളാ അല്ലേ? എന്നാ പത്രക്കടലാസ് വെട്ടി നക്ഷത്രം ഉണ്ടാക്കുന്നതാ നല്ലത്. നക്ഷത്രം വേണത്ര, നക്ഷത്രം. ഹായ് മുത്തശ്ശൻ, നമുക്ക് കേക്ക് വാങ്ങിച്ചു. അയ്യോ, അത് നമുക്കുള്ളതല്ല, മുത്തശ്ശൻ തോമസ് ഏട്ടന് കൊടുക്കാൻ വാങ്ങിച്ചാ. അതെന്താ ഞങ്ങൾക്കും കേക്ക് വാങ്ങാഞ്ഞേ? ഞങ്ങൾക്ക് കേക്ക് തിന്നൂടെ? ഞങ്ങൾക്കും കേക്ക് വേണം. കാശ് തികഞ്ഞില്ല മക്കളെ, അതാ. ഇനി മുത്തശ്ശനായി 35 രൂപയേ ഉള്ളൂ. എന്നാ അത് ഞങ്ങൾക്കിതാ. 35 രൂപയ്ക്ക് ആരാ മക്കളെ കേക്ക് തരുന്നേ? ഞങ്ങക്ക് നക്ഷത്രം ഉണ്ടാക്കാനാ. പേപ്പർ വാങ്ങണം. ആ, രാമേന്ദ്രനായിരുന്നോ? ഞങ്ങളോർത്ത് ബ്ലേഡുകാരായിരിക്കുന്നു. ആ, രാമേട്ടൻ. ക്രിസ്മസ് കേക്കാ. ആരോടോട് വായ്പ മേടിച്ചു അല്ലേ? ക്രിസ്തുമസ് ആയിക്കൊണ്ട് തൊട്ട് തിന്നാൻ ഒരു ഇറച്ചി കഷ്ണം പോലും ഇല്ല. ഞാനും അത് ചിന്തിച്ചിരിക്കുമായിരുന്നു. രാവിലെ രാമേട്ടൻ കേക്ക് കൊണ്ട് തന്നു. ആ പൈസയ്ക്ക് 1/2 കിലോ ഇറച്ചിയായിരുന്നെങ്കിൽ ബാക്കി പൈസ ആ പാവത്തിന്റെ കയ്യിൽ ഇരുന്നേനെ. കേക്കോ തീർത്തോ? തൊട്ടിട്ടില്ല. ഒരു ഗെയിം പ്ലാൻ ചെയ്താലോ? ജോസോ, എന്താ താമസിച്ചത്? കോഴി മൊത്തം തീർന്നല്ലോ. പോത്തോ പന്നിയോ? പോത്തൊരു 1/2 കിലോ കാണും. ഞാനത് ഇവന് കൊടുക്കാൻ വെച്ചിരിക്കുമായിരുന്നു. എന്റെ സ്വപ്നം എത്ര യാഥാർത്ഥ്യം. സ്വപ്നോ? അതെന്ത് സ്വപ്ന ജോസേ? ഇന്നലെ രാത്രി കർത്താവ് ജോസഫിനോട് സ്വപ്നത്തിൽ പറഞ്ഞു, കോളിസ്റ്റോറെ നടത്തുന്ന മത്തായിക്ക് നീ 1 കിലോ കേക്ക് വാങ്ങിക്കൊടുക്കാൻ. പകരം മത്തായി 1/2 കിലോ പോത്തിറച്ചി തരുമെന്ന്. കേക്കോ? ഇത് കണ്ടോ, മത്തായിക്ക് തരാൻ വാങ്ങിയതാ. 165 മുടക്കി. ലാഭം മത്തായിക്കാ. ആ, നീ വന്നോ? ദാ ഈ കേക്ക് എടുത്ത് നിന്റെ കൂട്ടുകാരനോട് കൊടുക്കും. നല്ല 1-ാം തരം കേക്കാ. അപ്പനോട് രാവിലെ പറഞ്ഞത് ചെയ്തു തന്നില്ലെന്ന് വേണ്ട. ആ മുനീറേ, നീ എവിടെയാടാ? എന്റെ വക ക്രിസ്മസ് കേക്ക്. എവിടുന്നാടാ പൈസ ഒപ്പിച്ചേ? എന്റെ അപ്പൻ പിശുക്കൻ മത്തായി വക. ഇത് കൊള്ളാം. സോഫിയ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹോ, ഇപ്പോഴാ സമാധാനമായത്. സോഫിയാന്റെ കേക്ക് വാങ്ങിയല്ലോ. ഒരാൾ തരുന്ന ഗിഫ്റ്റ് അല്ലേ, പ്രത്യേകിച്ച് ക്രിസ്മസ് ആകുമ്പോൾ വാങ്ങിയല്ലേ പറ്റൂ. ജാതി മതമൊന്നും കേക്കിനില്ലല്ലോ. സോഫിയക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഈ കേക്ക് കഴിക്കുന്ന ഫോട്ടോ എന്നെ ഒന്ന് കാണിക്കും. മൊബൈൽ എടുത്താലും മതി.
എന്താ കുഞ്ഞാ കേക്കിന്റെ മുൻപിൽ ആലോചിച്ചിരിക്കണത്? അമ്മാമ്മേ വേണോ വേണ്ടയോ? വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കിത് കിട്ടും. വേണ്ട കുഞ്ഞേ. ശരിയാ, വേണ്ട. ഈ കേക്ക് ആർക്കേലും കൊടുത്തേക്കാം. ശരിയാവില്ല. ആർക്കെങ്കിലുമോ? അപ്പൊ അതെനിക്കല്ലേ? കേരളം ഗൾഫാണെന്ന് ഓർത്തു. പക്ഷെ വന്ന ഇവിടെ ബംഗാളിലെ സമളില്ലാത്ത ആയിപ്പോയി. എന്താ ചെയ്യാനാ? ആസാദ് ഭയ്യ, ഇതാ നല്ല കേക്കാ, കഴിച്ചോ. ഇത് മോള് എനിക്കാണോ? മൊത്തം കഴിച്ചോ. ക്രിസ്മസ് ആയപ്പോ ഞാൻ ജോമോനെ ഓർത്തു. ഇതാ പിന്നെ എവിടെ നിന്ന് ജോലിനെ പറഞ്ഞിട്ടാണെങ്കിലും ജോമോനെ എനിക്ക് മറിക്കാൻ പറ്റില്ലല്ലോ. നാളെ മുതൽ ഭായി പറമ്പിപ്പണിക്ക് തിരിച്ചു കേറിക്കോ. ജോമോന്റെ പപ്പയോട് ഞാൻ പറഞ്ഞോളാം. സമയം പഴയപോലല്ലേ? നല്ല കേക്ക്. ഹായ്, നല്ല നക്ഷത്രം. ഞങ്ങൾ ഉണ്ടാക്കിയതാ. ഈ നക്ഷത്രം എനിക്ക് തരാമോ? നല്ല നക്ഷത്രം അല്ലേ പപ്പ? അതെ, കടയിൽ നിന്ന് പൊന്നും വില കൊടുത്ത് വാങ്ങിയതിനേക്കാളും സൂപ്പർ. ആട്ടെ, നക്ഷത്രത്തിന് പകരമായി മോൻ എന്താ അവർക്ക് കൊടുത്തത്? ഒന്നും കൊടുത്തില്ല. ബംഗാളി ബായി തന്ന കേക്ക് മോൻ അവർക്ക് കൊടുത്തുകൂടായിരുന്നോ? നമുക്ക് വേറെ ഉണ്ടല്ലോ. ആരാത്? ഞങ്ങളാണേ. നക്ഷത്രം കാണാൻ വന്നതാ. അവരെ കാണുന്നില്ലല്ലോ മോളെ. അവരുണ്ടാക്കിയ നക്ഷത്രം കണ്ടു നിൽക്കുകയായിരിക്കും. ആ വന്നല്ലോ. ഇതെന്താ കേക്കോ? തോമസ് ഏട്ടന് മുത്തശ്ശൻ കൊടുത്ത കേക്ക് പോലുണ്ടല്ലോ. ജോമോൻ തന്നതാ. ഞങ്ങളും കർത്താവിന്റെ മക്കളാ, കേക്കിന്റെ അവകാശികൾ.